ഹലോ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും വന്നിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ കണക്റ്റഡ് ഫാക്ട്സും ആണ് ഡിസ്കസ് ചെയ്തത്. ഏപ്രിലിൽ നടന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, അതേപോലെ ഫെബ്രുവരി ടൈമിൽ നടന്ന ICDS സൂപ്പർവൈസർ എക്സാമിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് വന്ന ക്വസ്റ്റ്യൻസ്. ഇന്നുള്ള വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫീമെയിൽ പ്രിസൺ ഓഫീസർ ഈ മെയ് ലാസ്റ്റ് ഒക്കെ ആയിട്ട് നടന്ന ഒരു എക്സാം ആയിരുന്നു. അതിൽ നിന്ന് വന്ന കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്ട്സും ആണ് പഠിക്കാൻ പോകുന്നത്. ഇതും കൂടി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് നമ്മൾ എപ്പോഴും PYQ ഡിസ്കസ് ചെയ്തിട്ട് അതിന്റെ കണക്റ്റഡ് ഫാക്ട്സും കൂടി പഠിക്കുന്നത് എന്ന്. റിപ്പീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടാവും. അതിന്റെ കണക്റ്റഡ് ഫാക്ട്സ് പഠിച്ചാൽ എപ്പോഴും യൂസ്ഫുൾ ആയിരിക്കും അത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ താൽക്കാലിക പ്രസിഡന്റ് ആരായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ താൽക്കാലിക പ്രസിഡന്റ് ആരായിരുന്നു? സച്ചിദാനന്ദ സിൻഹയായിരുന്നു. സച്ചിദാനന്ദ സിൻഹയായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ താൽക്കാലിക പ്രസിഡന്റ്. സ്ഥിര അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷനിൽ തന്നെയുണ്ട്. സ്ഥിര അധ്യക്ഷനായിരുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഇനി ഉപാധ്യക്ഷൻ ആരായിരുന്നു? ഉപാധ്യക്ഷൻ HC മുഖർജി ആയിരുന്നു ഉപാധ്യക്ഷൻ. അപ്പോ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ സച്ചിദാനന്ദ സിൻഹ. സ്ഥിര അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഉപാധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ HC മുഖർജി. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് ആരാണെന്ന് ചോദിക്കും. ആദ്യമായി അഭിസംബോധന ചെയ്തത് JB കൃപലാനിയാണ്. ആരാണ്? JB കൃപലാനിയാണ് ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത്. ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ വരുന്നത്? ക്യാബിനറ്റ് മിഷന്റെ ശുപാർശ പ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ ഫോം ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ ഫോം ചെയ്യണമെന്ന് ആദ്യമായി അഭിപ്രായപ്പെട്ട വ്യക്തി MN റോയ് ആണ്. MN റോയ്. നമ്മുടെ ഓപ്ഷനിൽ BN റാവു കിടക്കുന്നുണ്ട്. BN റാവു ആരായിരുന്നു? നിയമോപദേഷ്ടാവായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിയമോപദേഷ്ടാവായിരുന്നു BN റാവു. നമ്മുടെ ഭരണഘടന ഫോം ചെയ്തത് എപ്പോഴാണ്? ഭരണഘടനാ നിർമ്മാണ സഭ ഫോം ചെയ്തത് എപ്പോഴാണ്? 1946 ഡിസംബർ 6-നാണ് ഭരണഘടനാ നിർമ്മാണ സഭ ഫോം ചെയ്തത്. ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9-ന്. ഇനി ഇങ്ങനെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ കമ്മിറ്റികളൊക്കെ ഫോം ചെയ്ത് ഒരു ഭരണഘടന തയ്യാറാക്കി. ആ ഭരണഘടനയുടെ ലേ ഔട്ട് ആരാ തയ്യാറാക്കിയത്? നന്ദലാൽ ബോസ് ആണ്. ആരാണ് തയ്യാറാക്കിയത്? നന്ദലാൽ ബോസ്. ഇതിന്റെ കയ്യെഴുത്ത് പ്രതിയാണെങ്കിൽ പ്രേം ബിഹാരി നരേൻ റെയ്സത്ത്. എല്ലാ ക്വസ്റ്റ്യൻസും നേരത്തെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ഈ റിലേറ്റഡ് ആയിട്ട് പറഞ്ഞത് എല്ലാം. അപ്പൊ ഭരണഘടനാ നിർമ്മാണ സഭ ഫോം ചെയ്തത് എപ്പോഴാണ്? 1946 ഡിസംബർ 6. ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9. ഭരണഘടനയുടെ ലേ ഔട്ട് തയ്യാറാക്കിയത് നന്ദലാൽ ബോസ്. കയ്യെഴുത്ത് പ്രതിയാണെങ്കിൽ പ്രേം ബിഹാരി നരേൻ റെയ്സത്ത്. ആരുടെ ശുപാർശ പ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ ഫോം ചെയ്യുന്നത്? ക്യാബിനറ്റ് മിഷന്റെ ശുപാർശ പ്രകാരം. ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന് ആദ്യമായി പറഞ്ഞ വ്യക്തി MN റോയ്. ഇനി താൽക്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹ, സ്ഥിര അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഉപാധ്യക്ഷൻ HC മുഖർജി. JB കൃപലാനി ആരായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത്. BN റോയ് ആണെങ്കിലോ നിയമോപദേഷ്ടാവായിരുന്നു. BN റാവു നിയമോപദേഷ്ടാവായിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചില വ്യവസ്ഥകളും ആശയങ്ങളും അവ കടമെടുത്ത രാജ്യങ്ങളുടെ പേരുകളും ചുവടെ തന്നിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. അപ്പൊ നമ്മൾ നേരത്തെ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറിലും ഡിസ്കസ് ചെയ്തതാണ്. ഓരോന്ന് എവിടുന്നാണ് കടമെടുത്തത് സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിൽ ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നാണ് നമ്മുടെ ഭരണഘടന കടമെടുത്തതെന്ന് നോക്കാം. നിയമനിർമ്മാണ പ്രക്രിയ എവിടുന്നാണ് കടമെടുത്തത്? നിയമനിർമ്മാണ പ്രക്രിയ ബ്രിട്ടനിൽ നിന്നുമാണ് കടമെടുത്തത്. 1, 4 വരുന്ന 3 ഓപ്ഷൻ ഉണ്ട്. സ്വാതന്ത്ര്യ നീതിന്യായ വ്യവസ്ഥ നമ്മൾ എവിടുന്നാണ് കടമെടുത്തത്? അമേരിക്കയിൽ നിന്നുമാണ് കടമെടുത്തത്. സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ എവിടുന്നാണ് കടമെടുത്തത്? അമേരിക്കയിൽ നിന്നും. ഈ രണ്ടെണ്ണം നമ്മൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയില്. അർദ്ധ ഫെഡറൽ സംവിധാനം എവിടുന്നാണ് കടമെടുത്തത്? കാനഡ. അർദ്ധ ഫെഡറൽ സംവിധാനം നമ്മൾ എവിടുന്നാണ് കടമെടുത്തത്? കാനഡയിൽ നിന്നാണ് കടമെടുത്തത്. ഇനി നിർദ്ദേശക തത്വങ്ങൾ എവിടുന്നാണ്? അയർലാൻഡിൽ നിന്നും. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ 1, 4.
നിയമനിർമ്മാണ പ്രക്രിയ ബ്രിട്ടനിൽ നിന്നും. രണ്ടാമത്തത് സ്വാതന്ത്ര്യ നീതിന്യായ വ്യവസ്ഥ കടമെടുത്തത് അമേരിക്കയിൽ നിന്നും. അപ്പൊ 2, 3 വരുന്നത്. 3 അർദ്ധ ഫെഡറൽ സമ്പ്രദായം കടമെടുത്തിട്ടുള്ളത് കാനഡയിൽ നിന്നും. 3, 2. അപ്പോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പോ ഈ അർദ്ധ ഫെഡറൽ സംവിധാനം അല്ലാണ്ട് കാനഡയിൽ നിന്നും കടമെടുത്ത ബാക്കിയുള്ളത് എന്തൊക്കെയാണ്? യൂണിയൻ ലിസ്റ്റ്. കാനഡയിൽ നിന്ന് നമ്മൾ പിന്നെ എന്തൊക്കെ കടമെടുത്തിട്ടുണ്ട്? യൂണിയൻ ലിസ്റ്റ് കടമെടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ് ലിസ്റ്റ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഈ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് ഒക്കെ കടമെടുത്തത് കാനഡയിൽ നിന്നാണ്. അതേപോലെ വേറൊന്നും കൂടി കാനഡയിൽ നിന്നും കടമെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു, അവശിഷ്ട അധികാരം അഥവാ റെസിഡ്യുവൽ പവേഴ്സ്. അതിന്റെ ആർട്ടിക്കിളും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, 248. അപ്പൊ കാനഡയിൽ നിന്നും എന്തൊക്കെയാ കടമെടുത്തത്? അർദ്ധ ഫെഡറൽ സംവിധാനം, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, പിന്നെ അവശിഷ്ട അധികാരം അഥവാ റെസിഡ്യുവൽ പവേഴ്സ്. അതിന്റെ ആർട്ടിക്കിൾ 248. അപ്പൊ സ്റ്റേറ്റ് ലിസ്റ്റും യൂണിയൻ ലിസ്റ്റും കാനഡയിൽ നിന്നാണ്. അപ്പൊ കൺകറന്റ് ലിസ്റ്റ് നമ്മൾ എവിടുന്നാ കടമെടുത്തത്? കൺകറന്റ് ലിസ്റ്റ് കടമെടുത്തത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. കൺകറന്റ് ലിസ്റ്റ് എവിടുന്നാ കടമെടുത്തത്? ഓസ്ട്രേലിയയിൽ നിന്നുമാണ് കൺകറന്റ് ലിസ്റ്റ് കടമെടുത്തത്. കൺകറന്റ് ലിസ്റ്റ് കടമെടുത്തത് ഓസ്ട്രേലിയയിൽ നിന്നുമാണ്. ഇനി നിർദ്ദേശക തത്വങ്ങൾ നമ്മൾ അയർലാൻഡിൽ നിന്നുമാണ് കടമെടുത്തത്. നിർദ്ദേശക തത്വങ്ങൾ ഏത് ഭാഗത്താണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏത് ഭാഗത്താണ്? 4-ാമത്തെ ഭാഗത്തിലാണ് നിർദ്ദേശക തത്വങ്ങൾ അയർലാൻഡിൽ നിന്നും കടമെടുത്തിട്ടുണ്ട്. ഇനി ബ്രിട്ടനിൽ നിന്നും കടമെടുത്ത ബാക്കിയുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാ പറഞ്ഞത്? സ്പീക്കർ, ക്യാബിനറ്റ്, പിന്നെ റിട്ടുകൾ കടമെടുത്ത എവിടുന്നാണെന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. റിട്ടുകൾ കടമെടുത്തത് ബ്രിട്ടനിൽ നിന്നാണ്. റിട്ടുകൾ. പിന്നെ ഏകപൗരത്വം, തിരഞ്ഞെടുപ്പ്, പിന്നെ ദ്വിമണ്ഡല മന്ത്രിസഭ, പാർലമെന്ററി ഭരണ സമ്പ്രദായം, ഇതൊക്കെ കടമെടുത്തത് ബ്രിട്ടനിൽ നിന്നാണ്. അമേരിക്കയിൽ നിന്നും എന്തൊക്കെ കടമെടുത്തു? ഇതിൽ പറഞ്ഞത് സ്വാതന്ത്ര്യ നീതിന്യായ വ്യവസ്ഥ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മൗലികാവകാശങ്ങൾ കടമെടുത്തത് അമേരിക്കയിൽ നിന്നാണ്. പിന്നെ ഭരണഘടനയുടെ ആമുഖം കടമെടുത്തത് എവിടുന്നാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആമുഖം കടമെടുത്തതും അമേരിക്കയിൽ നിന്നാണ്. അപ്പൊ ഇത്രയും ഓർത്ത് വെക്കാം. അപ്പൊ നിയമനിർമ്മാണ പ്രക്രിയ ബ്രിട്ടനിൽ നിന്നുമാണ് കടമെടുത്തത്. സ്പീക്കർ പദവി, പിന്നെ ക്യാബിനറ്റ്, പാർലമെന്ററി ഭരണ സമ്പ്രദായം, ഏകപൗരത്വം, ദ്വിമണ്ഡല മന്ത്രിസഭ, പിന്നെ റിറ്റുകൾ, ഇതൊക്കെ ബ്രിട്ടനിൽ നിന്നും. അമേരിക്കയിൽ നിന്നും എന്തൊക്കെ കടമെടുത്തത്? സ്വാതന്ത്ര്യ നീതിന്യായ വ്യവസ്ഥ, മൗലികാവകാശങ്ങൾ, ആമുഖം, പിന്നെ ജുഡീഷ്യൽ റിവ്യൂ, ഇതൊക്കെ അമേരിക്കയിൽ നിന്നുമാണ് കടമെടുത്തിട്ടുള്ളത്. ഇനി അർദ്ധ ഫെഡറൽ സമ്പ്രദായം കടമെടുത്തിട്ടുള്ളത് കാനഡയിൽ നിന്നും. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, റെസിഡ്യുവൽ പവേഴ്സ് ഒക്കെ കടമെടുത്തത് കാനഡയിൽ നിന്നും. കൺകറന്റ് ലിസ്റ്റോ ഓസ്ട്രേലിയയിൽ നിന്നും. അപ്പൊ നമ്മുടെ ഭരണഘടനാ ഭേദഗതി എവിടെ നിന്നാണ് കടമെടുത്തത്? ഭരണഘടനാ ഭേദഗതി കടമെടുത്തിട്ടുള്ളത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നുമാണ്. സൗത്ത് ആഫ്രിക്കയിൽ നിന്നുമാണ് എന്ത് കടമെടുത്തത്? ഭരണഘടനാ ഭേദഗതി കടമെടുത്തിട്ടുള്ളത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നുമാണ്. മാർഗനിർദ്ദേശ തത്വങ്ങൾ അയർലാൻഡിൽ നിന്നും. മൗലിക കടമയാണെങ്കിലോ? മൗലിക കടമ കടമെടുത്തത് നമ്മൾ എവിടെ നിന്നാണ്? റഷ്യയിൽ നിന്നുമാണ്. USSRൽ നിന്നുമാണ് നമ്മൾ മൗലിക കടമകൾ കടമെടുത്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, മൗലിക അവകാശങ്ങൾ എന്ന ആശയം ഫ്രാൻസിന്റെ ഭരണഘടനയിൽ നിന്നുമാണ് കടമെടുത്തത്. ആണോ? അല്ല. മൗലിക അവകാശങ്ങൾ നമ്മൾ എവിടെ നിന്നാണ് കടമെടുത്തത്? ഇത് തെറ്റാണ്. മൗലിക അവകാശങ്ങൾ ഇപ്പൊ പറഞ്ഞല്ലോ. മൗലിക അവകാശങ്ങൾ എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നുമാണ് കടമെടുത്തിട്ടുള്ളത്. അമേരിക്കയിൽ നിന്നും കടമെടുത്ത ബാക്കി എന്തൊക്കെയാണ്? സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, പിന്നെ ഭരണഘടനയുടെ ആമുഖം അമേരിക്കയിൽ നിന്നുമാണ് കടമെടുത്തത്. പിന്നെ അമേരിക്കയിൽ നിന്നും പിന്നെന്താ കടമെടുത്തത്? ജുഡീഷ്യൽ റിവ്യൂ അമേരിക്കയിൽ നിന്നുമാണ് കടമെടുത്തത്. അപ്പോ മൗലിക അവകാശങ്ങൾ, ഭരണഘടനയുടെ ആമുഖം, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, ജുഡീഷ്യൽ റിവ്യൂ ഒക്കെ അമേരിക്കയിൽ നിന്നും. ഫ്രാൻസിൽ നിന്നും അപ്പൊ എന്താ കടമെടുത്തിട്ടുള്ളത്? ഫ്രാൻസിൽ നിന്നും കടമെടുത്തിട്ടുള്ളത് റിപ്പബ്ലിക് എന്ന് പറയുന്നത് ഫ്രാൻസിൽ നിന്നുമാണ് കടമെടുത്തത്. അതേപോലെ സ്വാതന്ത്ര്യം, സാഹോദര്യം എന്നിവ ഫ്രാൻസിൽ നിന്നുമാണ് കടമെടുത്തിട്ടുള്ളത്. അപ്പൊ മൗലിക അവകാശങ്ങൾ എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നും. ഫ്രാൻസിൽ നിന്നും റിപ്പബ്ലിക്, സ്വാതന്ത്ര്യം, സമത്വം. ഇനി 1978 44ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തത്. കറക്റ്റ് ആണ്.
ഇതേപോലെ വേറൊരു ഭരണഘടനാ ഭേദഗതി പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ഏതാണ്? 1976 42-ാം ഭരണഘടനാ ഭേദഗതി. അത് എന്തായിരുന്നു? ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തത്. അതിൽ സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി എന്ന 3 വാക്കുകൾ കൂട്ടിച്ചേർത്തത് 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. അതുപോലെ 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് 1978 സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും എടുത്തു മാറ്റി. അതായത് നേരത്തെ ഈ സ്വത്തവകാശം എന്ന് പറയുന്നത് മൗലികാവകാശങ്ങളിൽ പെട്ടതായിരുന്നു. മൗലികാവകാശങ്ങൾ ഏത് ഭാഗത്തിലാണ്? 3-ാമത്തെ ഭാഗത്തിൽ. ഇപ്പൊ 6 മൗലികാവകാശങ്ങളാണ് ഉണ്ടായിരുന്നത്. പക്ഷെ തുടക്കത്തിൽ എത്ര മൗലികാവകാശങ്ങൾ ഉണ്ടായിരുന്നു? 7 എണ്ണം ഉണ്ടായിരുന്നു. അതിൽ നിന്നും ഈ സ്വത്തവകാശത്തെ എടുത്തു മാറ്റി. ഏത് ഭേദഗതി? 1978 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ. എന്നിട്ട് എവിടെ കൊണ്ടിട്ടു? 300A എന്ന് പറഞ്ഞ ആർട്ടിക്കിളിൽ കൊണ്ടിട്ടു. ഇപ്പൊ സ്വത്തവകാശം എവിടെ കിടക്കുന്നത്? 300A എന്ന് പറഞ്ഞ ആർട്ടിക്കിളിലാണ് കിടക്കുന്നത്. നേരത്തെ 31-ാമത്തെ ആർട്ടിക്കിളിലായിരുന്നു സ്വത്തവകാശം ഉണ്ടായിരുന്നത്. ഭാഗം 3 31-ാമത്തെ ആർട്ടിക്കിൾ. ഇപ്പൊ അത് ഏതിലാ കിടക്കുന്നത്? 300A കിടക്കുന്നത്. ഏത് ഭേദഗതിയിലൂടെയാണ് മൗലികാവകാശങ്ങളിൽ നിന്നും സ്വത്തവകാശം നീക്കം ചെയ്തത്? 1978 44-ാം ഭരണഘടനാ ഭേദഗതി. അപ്പൊ സ്വത്തവകാശം ഇപ്പൊ മൗലികാവകാശമാണോ? അല്ല. അത് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. സ്വത്തവകാശം മൗലികാവകാശമാണ്. അപ്പൊ അത് തെറ്റാണ്. സ്വത്തവകാശം ഇപ്പൊ എന്തവകാശമാണ്? നിയമാവകാശമാണ്. എന്തവകാശമാണ്? നിയമാവകാശമാണ്. അപ്പൊ ഇപ്പൊ എത്ര മൗലികാവകാശങ്ങളുണ്ട്? 6 എണ്ണം. നേരത്തെ എത്ര എണ്ണം ഉണ്ടായിരുന്നു? 7. മൗലികാവകാശങ്ങൾ എവിടെ നിന്നാണ് കടമെടുത്തത്? അമേരിക്കയിൽ നിന്നും എന്തൊക്കെ കടമെടുത്തു? ആമുഖം, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, മൗലികാവകാശങ്ങൾ, ജുഡീഷ്യൽ റിവ്യൂ. അപ്പോ അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാം. നിലവിൽ ഇന്ത്യൻ ഭരണഘടനയിൽ 7 മൗലികാവകാശങ്ങൾ ഉറപ്പു നൽകുന്നു. ആണോ? അല്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞുള്ളൂ 6 മൗലികാവകാശങ്ങളെ ഇപ്പോൾ ഉള്ളൂ. നേരത്തെ എത്ര എണ്ണം ഉണ്ടായിരുന്നു? 7 എണ്ണം ഉണ്ടായിരുന്നു. അതിൽ നിന്നും ഏതാണ് പുറത്തു പോയത്? സ്വത്തവകാശം. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെ? 1978 44. അപ്പൊ ഇതിൽ 2 മാത്രമാണ് കറക്റ്റ്. അപ്പൊ ബി ആണ് കറക്റ്റ് ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തതും ഒരു ചേരുംപടി ചേർക്കൽ തന്നെയാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ വരുത്തിയ ചില പ്രധാനപ്പെട്ട ഭേദഗതികൾ ചുവടെ തന്നിരിക്കുന്നു. ഇതില് തന്നിരിക്കുന്ന കുറെ ഭേദഗതികൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. കണ്ടോ? പിന്നെയും ക്വസ്റ്റ്യൻ പേപ്പറിൽ, അതായത് നമ്മൾ ഫെബ്രുവരി ഏപ്രിലൊക്കെ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്ത മെയിലെ ക്വസ്റ്റ്യൻ പേപ്പറിലും വന്നിരിക്കുന്നത്. അപ്പോ 42-ാം ഭരണഘടനാ ഭേദഗതി ഏതാണ്? 42 ഇപ്പൊ കുറച്ചു മുന്നേ പറഞ്ഞുള്ളൂ. എന്താ? നമ്മുടെ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തത്. ഭരണഘടനയുടെ ആമുഖം ഭേദഗതി. ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ ആശയങ്ങൾ ഉൾപ്പെടുത്തി. സോഷ്യലിസ്റ്റ്, സെക്യുലർ മാത്രമല്ല, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി, അതായത് ഈ 3 വാക്കുകൾ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത് 42-ാം ഭരണഘടനാ ഭേദഗതി. ഏതാണ് ഇയർ? 1976. ഇപ്പൊ പുതിയൊരു ഭരണഘടനാ ഭേദഗതി പിടിച്ചല്ലോ. ഏതാണ്? 44-ാം ഭരണഘടനാ ഭേദഗതി 1978. എന്തായിരുന്നു? സ്വത്തവകാശത്തെ മൗലികാവകാശത്തിൽ നിന്നും എടുത്തു മാറ്റി 300A കൊണ്ടിട്ടു. ഇനി അടുത്ത് 86-ാം ഭരണഘടനാ ഭേദഗതി. 86-ാം ഭരണഘടനാ ഭേദഗതി നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസമാണ്. അതായത് നമ്മുടെ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകണം എന്ന് പറഞ്ഞത് 86-ാം ഭരണഘടനാ ഭേദഗതി. ഏത് ഇയർ ആണ്? 2002. 86-ാം ഭരണഘടനാ ഭേദഗതി 2002. എന്നിട്ട് നമ്മുടെ മൗലികാവകാശത്തിൽ 21A ആർട്ടിക്കിളിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. 21A ആർട്ടിക്കിളിലാണ് കൂട്ടിച്ചേർത്തത്. അപ്പൊ 86-ാം ഭരണഘടനാ ഭേദഗതി എന്താണ്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകണം. വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് ചോദിക്കും. 86-ാം ഭരണഘടനാ ഭേദഗതി 2002. ഏത് ആർട്ടിക്കിളിലാണ്? 21A ആർട്ടിക്കിൾ. ഏത് ഭാഗത്തിലാണ് മൗലികാവകാശം? 3-ാം ഭാഗത്തിൽ. പഠിച്ചോ? 73-ാം ഭരണഘടനാ ഭേദഗതി കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത അതേ സാധനം. എന്താണ്? പഞ്ചായത്തി രാജ് നിയമ ഭേദഗതി. പഞ്ചായത്തി രാജ് നിയമ ഭേദഗതി പ്രകാരം ഏത് പട്ടിക കൂട്ടിച്ചേർത്തു പഠിച്ചു നമ്മൾ? 11-ാമത്തെ പട്ടിക. എത്ര വിഷയങ്ങൾ കൂട്ടിച്ചേർത്തു? 29 വിഷയങ്ങൾ കൂട്ടിച്ചേർത്തു. 29 വിഷയങ്ങൾ 11-ാം പട്ടിക. പഞ്ചായത്തി രാജ് നിയമ ഭേദഗതി 73-ാം. അതിന്റെ കൂടെ വേറൊന്നും പഠിച്ചല്ലോ. 74-ാം ഭരണഘടനാ ഭേദഗതി. ഏതാണ്? നഗരപാലിക. ഏത് പട്ടിക? 12-ാം പട്ടിക. എത്ര വിഷയങ്ങൾ കൂട്ടിച്ചേർത്തു? 18 വിഷയങ്ങൾ. കണ്ടോ? റിപ്പീറ്റഡ് ആയിട്ടാ വരുന്നത്. അടുത്തത് 52-ാം ഭരണഘടനാ ഭേദഗതി ഏതായിരുന്നു? കൂറുമാറ്റ നിരോധന നിയമം അല്ലെ? എപ്പോഴായിരുന്നു? 1985.
എത്രാമത്തെ പട്ടിക കൂട്ടിച്ചേർത്തു? 10ാമത്തെ പട്ടിക കൂട്ടിച്ചേർത്തു. ഇതേപോലെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം പുറത്താക്കപ്പെട്ട അയോഗ്യനാക്കപ്പെട്ട ആദ്യത്തെ കേരള നിയമസഭാ അംഗം ആർ ബാലകൃഷ്ണ പിള്ളയും ആദ്യത്തെ ലോക്സഭാ അംഗം ലാൽ ദുഹോമയും. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ്. അപ്പൊ ഇത്രയും ഭേദഗതി ശരിയല്ലേ? ഒന്നാമത്തെ 1-4 1-4 2-1. അപ്പോ സെക്കൻഡ് ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. രണ്ടാമത്തെ 1 ആണെന്ന് അറിഞ്ഞാൽ തന്നെ ബാക്കി 3 ഓപ്ഷൻസും പോയി. ബി ആണ് കറക്റ്റ് ആയിട്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന രാഷ്ട്രനയത്തെ സംബന്ധിക്കുന്ന നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഇത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതേ റിപ്പീറ്റ് ആയി വന്നത്. നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെട്ടത് ഏതാണ് എന്ന് പറഞ്ഞിട്ട് നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിർദ്ദേശക തത്വങ്ങൾ ഏതാണ് ഭാഗം? 4ാമത്തെ ഭാഗം. എത്രണ്ണം ഉണ്ട്? 20. DPSP എന്ന് പറയും, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. എവിടെ നിന്ന് കടമെടുത്തു? കുറച്ചു മുന്നേ പറഞ്ഞു, അയർലാൻഡിൽ നിന്നും കടമെടുത്തു. മാർഗനിർദ്ദേശ തത്വങ്ങൾ ഉൾപ്പെട്ടത് ഏതൊക്കെയാണെന്നാണ് തിരിച്ചറിയുന്നത്. സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം. അത് മാർഗനിർദ്ദേശ തത്വങ്ങളാണ്. ഇതേ സാധനമാണ് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നത്. 39D എന്ന് പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിളിലാണ് സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം വേണമെന്ന് പറയുന്നത്. അത് മാർഗനിർദ്ദേശ തത്വങ്ങളിലാണ്. രാജ്യത്തിന് മുഴുവനും ബാധകമായ ഏകീകൃത സിവിൽ കോഡ്. ഇതും അതേ സാധനം. എന്തായിരുന്നു? 44ാമത്തെ ആർട്ടിക്കിളില്, അതായത് യൂണിഫോം സിവിൽ കോഡ്. യൂണിഫോം സിവിൽ കോഡ് പറയുന്നത് മാർഗനിർദ്ദേശ തത്വങ്ങളിലെ ആർട്ടിക്കിളാണ് 44. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം. ഇത് നമ്മൾ പറഞ്ഞാണ്. പഞ്ചായത്ത് രാജിന്റെ നിയമ ഭേദഗതി പറയുമ്പോൾ പറഞ്ഞാണ് 40ാമത്തെ ആർട്ടിക്കിളിൽ പഞ്ചായത്തുകൾ രൂപീകരിക്കണമെന്ന് നേരത്തെ നിർദ്ദേശ തത്വങ്ങൾ പറഞ്ഞു വരും. അപ്പൊ ഇത് 3ഉം നിർദ്ദേശ തത്വങ്ങളിൽ ഉൾപ്പെട്ടതാണ്. ലാസ്റ്റത്തെ നോക്കൂ, അയിത്ത നിർമ്മാർജ്ജനം. അത് മാർഗനിർദ്ദേശ തത്വങ്ങളിലല്ല. അയിത്ത നിർമ്മാർജ്ജനം ഏതിലായിരുന്നു? മൗലിക അവകാശത്തിലാണ്. മൗലിക അവകാശം ഏത് ഭാഗത്താണ്? 3ാം ഭാഗത്തിൽ. 3ാം ഭാഗത്തിലെ മൗലിക അവകാശത്തിൽ പറയുന്നതാണ് അയിത്ത നിർമ്മാർജ്ജനം. ഏതാണ് ആർട്ടിക്കിൾ? ആർട്ടിക്കിൾ 17. മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന മുദ്രാവാക്യത്തോടുകൂടി വന്ന ആർട്ടിക്കിളിലാണ് അയിത്ത നിർമ്മാർജ്ജനം. ആർട്ടിക്കിൾ 17. അപ്പൊ മൗലികാവകാശങ്ങൾ ഇപ്പൊ എത്രണ്ണം ഉണ്ട്? 6. നേരത്തെ എത്രണ്ണം ഉണ്ടായിരുന്നു? 7. അതിൽ നിന്നും ഏതാണ് മൂവ് ചെയ്തത്? സ്വത്തവകാശം. സ്വത്തവകാശത്തെ എടുത്തു മാറ്റി. സ്വത്തവകാശം ഇപ്പൊ എന്താണ്? നിയമാവകാശം. ഏത് ഭേദഗതിയിലൂടെയാണ് എടുത്തു മാറ്റിയത്? 1978 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ എടുത്തു മാറ്റി. ഏതിൽ കൊണ്ടിട്ടു? 300A കൊണ്ടിട്ടു. ഇതെല്ലാം റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്, കണ്ടോ? അപ്പോൾ അതുകൊണ്ടാണ് റിലേറ്റഡ് ഫാക്ട്സ് പഠിക്കാൻ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്ന ഇനങ്ങളിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം കണ്ടെത്തുക. അപ്പൊ നമുക്ക് എത്ര ലിസ്റ്റുകൾ ഉണ്ട് എന്ന് പറഞ്ഞു? നമ്മൾ 3. യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, പിന്നെന്താണ്? കൺകറന്റ് ലിസ്റ്റ് ഉണ്ട്. ഈ 3 ലിസ്റ്റിനെ കുറിച്ച് പറയുന്ന പട്ടിക ഏതാണ്? 7ാമത്തെ പട്ടിക. 7ാമത്തെ പട്ടികയിലാണ് അത് പറയുന്നത്. ഇൻഷുറൻസ് വരുന്നത് യൂണിയൻ ലിസ്റ്റിലാണ് കേട്ടോ. യൂണിയൻ ലിസ്റ്റിലാണ് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പഠിച്ച ടെലഗ്രാഫ്, തപാൽ, പിന്നെ റെയിൽവേ യൂണിയൻ ലിസ്റ്റിലാണ്. പിന്നെ ബാങ്കിങ്, പിന്നെ ഏതൊക്കെയായിരുന്നു? ആണവോർജം. ഇതൊക്കെ വരുന്നത് യൂണിയൻ ലിസ്റ്റിലാണ്. ഇനി സ്റ്റേറ്റ് ലിസ്റ്റിലാണ് പോലീസ്. ഏത് ലിസ്റ്റിലാണ്? സ്റ്റേറ്റ് ലിസ്റ്റിലാണ് പോലീസ് വരുന്നത്. സ്റ്റേറ്റ് ലിസ്റ്റിലെ പോലീസ് അല്ലാതെ വേറെ എന്തൊക്കെയാണ് വരുന്നത്? മദ്യം. പോലീസ് അല്ലാണ്ട് മദ്യം വരും. പിന്നെ തദ്ദേശ സ്വയംഭരണം, പിന്നെന്താ വരിക? പൊതുജനാരോഗ്യം. ഇത് നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നാണ്. പൊതുജനാരോഗ്യം ഏതിലാണ് വരികയെന്ന്. പൊതുജനാരോഗ്യം സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. അപ്പൊ ഇൻഷുറൻസ് ഏതിലായിരുന്നു? യൂണിയൻ ലിസ്റ്റിലാണ്. ലോട്ടറി, ഇൻഷുറൻസ്, ടെലഗ്രാഫ്, തപാല്, ബാങ്കിങ്, റെയിൽവേ, ആണവോർജം. പോലീസ് ഏതിലാ വരുന്നത്? സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നതാണ്. പോലീസ് ഏത് ലിസ്റ്റിൽ വരുന്നു? സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നു. അതിൽ പോലീസ് കൂടാതെ മദ്യമുണ്ട്, തദ്ദേശ സ്വയംഭരണം, പൊതുജനാരോഗ്യം, ജയില്, ഇതൊക്കെ വരുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. ഇനി കൃഷി ഏതിലാ വരുന്നത്? കൃഷി വരുന്നതും സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. കൃഷി വരുന്നതും ഏതിലാണ്? സ്റ്റേറ്റ് ലിസ്റ്റിൽ തന്നെയാണ്. വനമാണ് കൺകറന്റ് ലിസ്റ്റിൽ. അപ്പൊ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നമ്മൾ 5 എണ്ണം പഠിച്ചിട്ടുണ്ടായിരുന്നു കൺകറന്റ് ലിസ്റ്റിൽ കഴിഞ്ഞ ക്ലാസ്സിൽ. വനം, വിദ്യാഭ്യാസം,
അളവ് തൂക്ക സമ്പ്രദായം, വന്യജീവി സംരക്ഷണം, സുപ്രീം കോടതി, ഹൈക്കോടതി ഒഴികെയുള്ള മറ്റു കോടതികളുടെ ഭരണ സമ്പ്രദായം. ഇതെല്ലാം കൺകറന്റ് ലിസ്റ്റിൽ വരുന്നതാണ്. ഇത് ഒരു ഭരണഘടനാ ഭേദഗതിയിലൂടെ ആണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും എടുത്തു മാറ്റി കൺകറന്റ് ലിസ്റ്റിൽ കൊടുത്തത്. അത് ഏത് ഭരണഘടനാ ഭേദഗതിയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഏതാണ്? 42ാം ഭരണഘടനാ ഭേദഗതി 1976 എന്ത് ഈ 5 നേരത്തെ സ്റ്റേറ്റ് ലിസ്റ്റിലായിരുന്നു, അതിനെ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത്. അപ്പൊ ഇതിൽ കൺകറന്റ് ലിസ്റ്റ് ഏതാണ്? വനം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്ന കേന്ദ്ര കാര്യനിർവഹണ വിഭാഗവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ആദ്യത്തേത്, ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് രാഷ്ട്രത്തിന്റെ തലവൻ പ്രസിഡന്റും ഗവൺമെന്റിന്റെ തലവൻ പ്രധാനമന്ത്രിയുമാണ്. കറക്റ്റ് ആണ്. നമ്മുടെ രാഷ്ട്ര തലവൻ എന്ന് പറയുന്നത്, ഫസ്റ്റ് സിറ്റിസൺ എന്ന് പറയുന്നത് എപ്പോഴും പ്രസിഡന്റ് തന്നെയാണ്. എന്നാൽ നമ്മുടെ ഗവൺമെന്റ്, കേന്ദ്ര മന്ത്രിസഭയുടെ തലവനാണ് ആര്? പ്രധാനമന്ത്രി. അപ്പൊ ഈ ഓപ്ഷൻ കറക്റ്റ് ആണ്. ഇന്ത്യൻ പാർലമെന്റ് പാസാക്കുന്ന എല്ലാ ബില്ലുകളും നിയമമാകുന്നത് പ്രസിഡന്റിന്റെ അംഗീകാരത്തോടു കൂടിയാണ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റേറ്റ് എന്തെങ്കിലും ഒരു നിയമം ബില്ല് പാസ്സാക്കിയിട്ട് അതിനെ പ്രസിഡന്റിലേക്ക് അയക്കും. പ്രസിഡന്റിന് വേണമെങ്കിൽ പാസ്സാക്കാതിരിക്കാം, തിരിച്ചയക്കാം. നിർദ്ദേശങ്ങൾ കൊടുത്തിട്ട് തിരിച്ചയക്കാൻ പറ്റുമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ബില്ലുകളും നിയമമാകുന്നത് പ്രസിഡന്റിന്റെ അംഗീകാരത്തോടു കൂടിയാണ്. മൂന്നാമത്തത്, ഭരണഘടനയുടെ 91ാമത് ഭേദഗതി അനുസരിച്ച് കേന്ദ്ര മന്ത്രിസഭയുടെ പരമാവധി അംഗസംഖ്യ ലോകസഭയുടെ മൊത്തം അംഗങ്ങളുടെ 20% കൂടാൻ പാടില്ല. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഭേദഗതിയല്ലേ. 91ാം ഭരണഘടനാ ഭേദഗതിയിൽ എന്താ പറയുന്നത്? നമ്മുടെ കേന്ദ്രത്തില് ഒരു മന്ത്രിസഭ ഉണ്ടെങ്കിൽ അതിലെ അംഗസംഖ്യ അല്ലെങ്കിൽ മന്ത്രിമാരുടെ എണ്ണം എന്ന് പറയുന്നത് ലോകസഭയിലെ മൊത്തം അംഗങ്ങളുടെ 15% കൂടാൻ പാടില്ല എന്നാണ്. ഇവിടെ എന്താ തന്നിരിക്കുന്നത്? 20 ആണോ? അല്ല, 15% കൂടാൻ പാടില്ല. അതേപോലെ സംസ്ഥാന മന്ത്രിസഭയിലെ അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് നിയമസഭയിലെ മൊത്തം അംഗങ്ങളുടെ എണ്ണത്തിന്റെ 15% കൂടാൻ പാടില്ല. ഇതാണ് 91ാം ഭരണഘടനാ ഭേദഗതി പറയുന്നത്. ഇതിലൊന്നും കൂടി പറയുന്നത്, കൂറുമാറ്റ നിരോധന നിയമം ശക്തിപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? കൂറുമാറ്റം ഏതിലാണ്? 52 ആണെന്ന് നമുക്കറിയാം. 1985 10ാം പട്ടിക കൂട്ടിച്ചേർത്തു. ഈ ഭേദഗതി ഒന്നും കൂടി ശക്തിപ്പെടുത്തിയത് 91ാം ഭേദഗതിയിലൂടെയാണ്. 15% 20% അല്ല. അപ്പൊ ഈ ഓപ്ഷൻ തെറ്റ്. അപ്പൊ ഏതാണ്? 1ഉം 2ഉം ശരി. എ ആണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ 73ാം ഭേദഗതി പ്രകാരം ഇന്ത്യയിൽ നടപ്പിലാക്കിയ പഞ്ചായത്തി രാജ് നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. 73ാം ഭരണഘടനാ ഭേദഗതി ഏതായിരുന്നു? പഞ്ചായത്തി രാജ് ആയിരുന്നു. ഏത് പട്ടികയാണ് കൂട്ടിച്ചേർത്തത്? 11ാം പട്ടിക. എത്ര വിഷയങ്ങൾ കൂട്ടിച്ചേർത്തു? 29 വിഷയങ്ങൾ കൂട്ടിച്ചേർത്തു. ഈ സമയത്ത് പ്രധാനമന്ത്രി PV നരസിംഹറാവു ആയിരുന്നു. ശങ്കർ ദയാൽ ശർമ്മയായിരുന്നു പ്രസിഡന്റ് ആയിട്ടിരുന്നത്. എത്ര ഓർമ്മ വന്നില്ലേ? അപ്പൊ ആദ്യത്തേത് ശരിയായത് ഏതാണെന്ന് കണ്ടുപിടിക്കുന്നത്. സംസ്ഥാനങ്ങളിൽ ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ തലങ്ങളിൽ ഒരു ത്രിതല പഞ്ചായത്ത് സംവിധാനം സ്ഥാപിക്കുന്നതിന് ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. കറക്റ്റ് ആണ്. നമ്മൾ കുറെ കമ്മിറ്റികൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ബൽവന്ത് റായ് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തില്ലേ? ഈ ബൽവന്ത് റായ് കമ്മിറ്റി എപ്പോഴാ വന്നതെന്ന് പഠിച്ചു. 1957. ഈ കമ്മിറ്റിയാണ് എന്ത് പറഞ്ഞത്? നമ്മുടെ സംസ്ഥാനങ്ങളിൽ 3 ടയർ സംവിധാനം, അതായത് 3 ഘടകങ്ങൾ, ഗ്രാമപഞ്ചായത്ത് വേണം, ബ്ലോക്ക് പഞ്ചായത്ത് വേണം, ജില്ലാ പഞ്ചായത്ത് വേണം എന്ന് ശുപാർശ ചെയ്തത് ബൽവന്ത് റായ് കമ്മിറ്റിയാണ്. അപ്പൊ ഈ നിയമത്തില്, പഞ്ചായത്തി രാജ് നിയമത്തില് 3 ടയർ സംവിധാനമാണ് നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തേത് കറക്റ്റ് ആണ്. അടുത്ത രണ്ടാമത്തെ, സംസ്ഥാനങ്ങളിലെ പ്രാദേശിക ഗവൺമെന്റുകളുടെ ധനസ്ഥിതി പരിശോധിക്കുന്നതിനായി ഓരോ 10 വർഷം കൂടുമ്പോഴും സംസ്ഥാന ഗവൺമെന്റ് ഒരു സംസ്ഥാന ധനകാര്യ കമ്മീഷനെ ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. ഒരു സംസ്ഥാന ധനകാര്യ കമ്മീഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി പഠിക്കുന്നതിന് വേണ്ടി സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്നതാണ് ഇത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ, സംസ്ഥാന സാമ്പത്തിക കമ്മീഷന്. ഇതിന്റെ കാലാവധി 5 വർഷമാണ് കേട്ടോ. ഇതിന്റെ കാലാവധി എത്രയാണ്? 5 വർഷമാണ്. ഇത് തെറ്റാണ്. ഇതിൽ 10 വർഷം കൂടുമ്പോഴെന്ന് പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തേത്, പഞ്ചായത്തുകളുടെ അധികാരങ്ങളും ചുമതലകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഭരണഘടനയുടെ 11ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കറക്റ്റ് അല്ലേ? 73ാം ഭരണഘടനാ ഭേദഗതി 11ാം പട്ടിക എത്ര വിഷയങ്ങൾ കൂട്ടിച്ചേർത്തു? ഇതിൽ വിഷയങ്ങൾ കൂട്ടിച്ചേർത്തത് എന്ന് പറയുന്നുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ 29 വിഷയങ്ങളാണ് കൂട്ടിച്ചേർത്തത് എന്ന് പറയും. അപ്പൊ അത് കറക്റ്റ് ആയിരിക്കും. അപ്പൊ മൂന്നാമത്തെ ഓപ്ഷനും കറക്റ്റ്. അടുത്തൊരു ഭേദഗതി ഏതായിരുന്നു? 74ാം ഭരണഘടനാ ഭേദഗതി 12ാം പട്ടിക 18 വിഷയങ്ങൾ കൂട്ടിച്ചേർത്തു. ഏതായിരുന്നു ഇത്? നഗരപാലിക.
ഇതേപോലെ നമ്മുടെ പഞ്ചായത്തി രാജിന് ഭരണഘടനാ പദവി നൽകിയ കമ്മിറ്റി ഏതായിരുന്നു? PK തുങ്കൻ കമ്മിറ്റി. PK തുങ്കൻ കമ്മിറ്റി. ഓക്കെ, അപ്പോ 1ഉം 3ഉം കറക്റ്റ്. സി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോ ഇന്ത്യയിൽ എല്ലാ തിരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നടത്തുന്നതിനായി അവതരിപ്പിക്കപ്പെട്ട ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ്, അതായത് വൺ നേഷൻ വൺ ഇലക്ഷൻ. വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന ആശയത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഉന്നതതല സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറഞ്ഞ ആശയത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകിയ ഒരു കമ്മീഷൻ ഉണ്ടായിരുന്നു. ആ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്, അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ രാംനാഥ് കോവിന്ദാണ്. നമ്മുടെ ഫോമർ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദാണ് ഇതിന്റെ അധ്യക്ഷനായിട്ടുള്ളത്. അതായത് ഇലക്ഷൻ എല്ലാം ഒരുമിച്ച് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇതാ കണ്ടോ റിപ്പോർട്ട് സമർപ്പിക്കുകയാണ്. രാംനാഥ് കോവിന്ദ്, ഫോമർ പ്രസിഡന്റ് ആയിരുന്നു രാംനാഥ് കോവിന്ദ്, അദ്ദേഹമാണ് ഇതിന്റെ ചെയർമാൻ. ആർക്കാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്? ഇപ്പോഴത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള ദ്രൗപദി മുർമുവിനാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. എന്താണ് സംഭവം? വൺ നേഷൻ വൺ ഇലക്ഷൻ. വൺ നേഷൻ വൺ ഇലക്ഷൻ എന്നതിനെ കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിച്ച കമ്മിറ്റിയുടെ ചെയർമാൻ ആണ് ഫോമർ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ്. ഇപ്പോഴത്തെ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന് റിപ്പോർട്ട് സമർപ്പിച്ചു. ഇതിന്റെ അതർ മെമ്പേഴ്സ്, ഈ കമ്മിറ്റിയിലെ വേറെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ കേന്ദ്ര ഹോം അഫയേഴ്സ് മന്ത്രി ആയിട്ടുള്ള അമിത് ഷാ, പിന്നെ നമ്മുടെ ഫിനാൻസ് കമ്മീഷൻ, ഇന്ത്യയുടെ ഫിനാൻസ് കമ്മീഷന്റെ ഫോമർ പ്രസിഡന്റ് ആയിട്ടുള്ളത്, ഫോമർ ചെയർമാൻ ആയിട്ടുള്ള NK സിംഗ് ആണ് നമ്മുടെ നേരത്തെ ഫിനാൻസ് കമ്മീഷന്റെ ചെയർമാൻ ആയിരുന്നത്. 15ാമത്തെ ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ ആണ് NK സിംഗ്. 16ാമത്തെ ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഇപ്പോഴത്തെ അരവിന്ദ് പനഗരിയാണ് കേട്ടോ. അരവിന്ദ് പനഗരിയാണ് ഇപ്പോഴത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ. നേരത്തെ 15ാമത്തെ ആരാണ്? NK സിംഗ്. അദ്ദേഹവും കൂടി ഈ കമ്മിറ്റിയിലെ അംഗമാണ്. അപ്പൊ രാംനാഥ് കോവിന്ദാണ് ഉന്നതതല കമ്മിറ്റി, കേന്ദ്രം അപ്പോയിന്റ് ചെയ്ത ഉന്നതതല കമ്മിറ്റി. എന്തിനെ കുറിച്ച് പഠിക്കാൻ? വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന ആശയത്തെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ നടപ്പിലാക്കിയ പഞ്ചായത്തി രാജ് നിയമവുമായി ബന്ധപ്പെട്ട് യോജിക്കുന്ന പ്രസ്താവനകൾ. ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ പഞ്ചായത്തി രാജിന്റെ 2 ക്വസ്റ്റ്യൻസ് ആയില്ല ഇപ്പൊ, പിന്നെ ഭേദഗതിയിലും വന്നു, 3 ക്വസ്റ്റ്യൻ ആയി. ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഭരണഘടനയുടെ 73 ഭേദഗതി പഞ്ചായത്തുകളെയും 74 ഭേദഗതി മുനിസിപ്പാലിറ്റികളെയും പ്രാദേശിക ഗവൺമെന്റുകളെയും സംബന്ധിച്ചുള്ളതാണ്. കറക്റ്റ് അല്ലേ? 73ാം ഭരണഘടനാ ഭേദഗതിയിൽ എന്താ പറയുന്നത്? പഞ്ചായത്തി രാജിനെ കുറിച്ച് പറയുന്നു. എത്രാമത്തെ പട്ടിക കൂട്ടിച്ചേർത്തു? 11ാമത്തെ പട്ടിക, 29 വിഷയങ്ങൾ. 74ാം ഭരണഘടനാ ഭേദഗതി നഗരപാലിക 12ാം പട്ടിക കൂട്ടിച്ചേർത്തു, 18 വിഷയങ്ങൾ അതിൽ ഉൾപ്പെടുത്തി. അപ്പൊ ആദ്യത്തെ ഓപ്ഷൻ ശരിയാണ്. ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും മുഴുവൻ സമ്മതിദായകരും അതത് വാർഡിന്റെ ഗ്രാമസഭയിലെ അംഗങ്ങളാണ്. കറക്റ്റ് ആണ്. ഗ്രാമസഭ എന്ന് പറയുന്നത് നമ്മുടെ ഈ പഞ്ചായത്ത് രാജിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ ഗ്രാമസഭയാണ്. ഗ്രാമസഭ എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ അടിസ്ഥാനമാണ്. ഈ ഗ്രാമസഭയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 243A ആണ്. എന്താണ്? 243A ഗ്രാമസഭയെ കുറിച്ച് പറയുന്നത്. നമ്മുടെ പഞ്ചായത്ത് രാജിന്റെ അടിസ്ഥാനം ഗ്രാമസഭയാണ്. ഈ ഗ്രാമസഭയുടെ കൺവീനർ ആരായിരിക്കും? ഗ്രാമസഭയുടെ കൺവീനർ എന്ന് പറയുന്നത് വാർഡ് മെമ്പർ ആയിരിക്കും. ഗ്രാമസഭയുടെ കൺവീനർ. ഈ ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത് വാർഡ് മെമ്പർ തന്നെയായിരിക്കും. പക്ഷെ ഇതിന്റെ അധ്യക്ഷൻ പറയുന്നത് വാർഡ് മെമ്പർ അല്ല. ആരായിരിക്കും? പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും. അപ്പൊ എന്താണ്? പഞ്ചായത്ത് രാജിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഗ്രാമസഭയാണ്. ഗ്രാമസഭയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ് 243A. ഗ്രാമസഭയുടെ കൺവീനർ വാർഡ് മെമ്പർ ആയിരിക്കും. ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നതും വാർഡ് മെമ്പർ ആയിരിക്കും. എന്നാൽ ഗ്രാമസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. ഇനി നമ്മുടെ ഇതിന്റെ കോറം എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇതില് ഗ്രാമസഭയുടെ കോറം എന്ന് പറയുന്നത് 1/10 ആണ്. ഗ്രാമസഭയുടെ കോറം എന്താണ്? 1/10 ആണ്. നമ്മുടെ പഞ്ചായത്തില്
നേരിട്ടുള്ള തിരഞ്ഞെടുപ്പിലൂടെയാണ് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ അംഗങ്ങളെയൊക്കെ തിരഞ്ഞെടുക്കുന്നത്. നേരിട്ടുള്ള തിരഞ്ഞെടുപ്പിലൂടെയാണ്. ഓരോ 5 വർഷം കൂടുമ്പോഴും ഈ തിരഞ്ഞെടുപ്പ് നടത്തും. ഈ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരായിരിക്കും? നമ്മുടെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരാണ്? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പൊ രണ്ടാമത്തേൽ എന്താ പറഞ്ഞ? ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും മുഴുവൻ വോട്ടർമാരും ഈ ഗ്രാമസഭയിലെ വാർഡിലെ തന്നെ അംഗങ്ങളായിരിക്കും. അതേപോലെ അടുത്ത ഓപ്ഷൻ, കേരള സംസ്ഥാനത്തിൽ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും എല്ലാ തലങ്ങളിലുമുള്ള മൊത്തം സീറ്റുകളുടെ 50% സ്ത്രീകൾക്കായി സംവരണം ചെയ്തിരിക്കുന്നു. ശരിക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളില് സ്ത്രീകൾക്ക് 1/3 സീറ്റ് സംവരണം ഏർപ്പെടുത്തണം എന്നാണ് പറയുന്നത്. എത്രയാണ്? 1/3. 1/3 സ്ത്രീ സംവരണമാണ് ഉള്ളത്. ചില സംസ്ഥാനങ്ങളില് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളില് 50% സംവരണവും സ്ത്രീകൾക്ക് കൊടുത്തിട്ടുണ്ട്. അതിലൊരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ആദ്യമായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 50% സ്ത്രീ സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം എന്ന് പറയുന്നത് ബീഹാർ ആണ്. ആദ്യം ബീഹാർ ആണ്. കേരളത്തിലും സ്ത്രീകൾക്ക് 50% സംവരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ കേരളത്തെ കുറിച്ച് പറഞ്ഞത് കൊണ്ട് തന്നെ ഇത് തെറ്റാണ്. ശരിയാണ്. മൊത്തം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ 1/3 ഭാഗമാണ് സ്ത്രീ സംവരണം ഉള്ളത്. അപ്പൊ ഈ എല്ലാ ഓപ്ഷൻ ശരിയാണ്. അതേപോലെ നമ്മുടെ പഞ്ചായത്തില് സീറ്റ് സംവരണം സ്ത്രീകൾക്ക് 1/3, SC/ST-ക്കും ജനസംഖ്യ ആനുപാതികമായിട്ട് സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ജനസംഖ്യ ആനുപാതികമായി SC/ST-ക്ക് സംവരണമുണ്ട്. OBC സംവരണം നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന് വേണമെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിച്ച് OBC സംവരണവും കൊടുക്കാവുന്നതാണ്. ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ്.